പടച്ചവൻ തന്നെ കണ്ണുകൊണ്ട് ഈ ദുനിയാവിന്റെ കാഴ്ചകൾ കണ്ട് അവൻ തന്റെ ശ്രവണേന്ദ്രിയം കൊണ്ട് ഈ ദുനിയാവിന്റെ ബഹളങ്ങളെ കേട്ട് മനുഷ്യന്റെ ജീവിതയാത്ര തുടങ്ങുകയാ. യഥാർത്ഥത്തിൽ ഞാൻ ആറ്റം പറഞ്ഞ പിരിവുകളില്ലാത്ത നീണ്ടു നിവർന്ന് കിടക്കുന്ന പാതയാണ് ഈ ആയത്ത് സൂചിപ്പിക്കുക. ഒരേ ഒരു പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നത് മുതൽ മനുഷ്യൻ തുടങ്ങുന്ന ഒരു യാത്രയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ യാത്രയുടെ തുടക്കമേതാ? ഗർഭാശയം വിട്ടതു മുതൽ സഫറാണേ, അടുത്തുള്ള ക്യാമ്പും സോദര കബറാണേ. ഗർഭാശയം വിട്ടതു മുതൽ സഫറാണേ, അടുത്തുള്ള ക്യാമ്പും സോദര കബറാണേ. ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ദുനിയാവിന്റെ വെളിച്ചം വന്നതോട് നമ്മൾ ഈ യാത്ര ഇങ്ങനെ തുടങ്ങി ഒരു ചെമ്മൺ പാതയിലൂടെ നീണ്ടു നിവർന്ന പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. ആ പാതയാണ് നമ്മുടെ ശൈശവവും നമ്മുടെ ബാല്യവുമൊക്കെ. ആ സമയത്ത് നമുക്ക് ചെറുപ്രായത്തില് മുബാഹുകളില്ല, ഹറാമുകളില്ല, ഹലാലുകളില്ല. ദീനിന്റെ ഒരു വിധികളും മാത്രമല്ലാതെ നടന്നു പോകുന്ന പ്രായപൂർത്തി എത്തുന്നത് വരെയുള്ള ഒരു യാത്രയുണ്ട്. ആ യാത്രയാണ് ഈ ഒറ്റയടിപ്പാത. പക്ഷേ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അല്ലാഹു പറയുകയാണ്, ഇതേവരെ വന്നതുപോലെയല്ല, ഇഷ്ടമുള്ളതുപോലെ നടക്കാനല്ല. ബാങ്ക് വിളിച്ചാല് തിരിഞ്ഞ് കിടക്കാൻ കഴിയില്ല. ഹയ്യാല സ്വലാന് കേട്ടാൽ ഉമ്മ വന്ന് കുലുക്ക് വിളിച്ചാല് വീണ്ടും ശയനത്തിലേക്ക് പോകാൻ കഴിയില്ല. പ്രായപൂർത്തി എത്തുന്നത് വരെയുള്ള ജീവിതമാണ് ഒറ്റയടിപ്പാറ. അവസാനം ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നിന്റെ മുമ്പിലുള്ള വഴി രണ്ടായി പിളരുകയാണ് മോനെ. വിശുദ്ധ ഖുർആനിന്റെ ഈ 4 ആയത്തുകളുടെ സംക്ഷിപ്ത രൂപമാണ് ആമുഖത്തിൽ ഈ വിനീതം പറഞ്ഞത്. അല്ലാഹു പറയുകയാണ്, ഇനി നിനക്ക് പ്രായപൂർത്തിയായി, ദീനിന്റെ അഹ്കാമുകൾ നിനക്ക് ബാധകമായി. അങ്ങനെ എത്തിയാൽ പിന്നെ ഇഷ്ടമുള്ളതുപോലെ യാത്ര ചെയ്യാൻ കഴിയില്ല. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഒന്നുകിൽ കൃതജ്ഞതയുടെ വഴി, അതല്ലെങ്കിൽ കൃതജ്ഞതയുടെ വഴി. ഒന്നുകിൽ നന്ദിന്റെ വഴി, അല്ലെങ്കിൽ നന്മയുടെ പാത. അല്ലാഹു പറയുകയാണ്, രണ്ടായി പിരിയുകയാണ് നമ്മളവിടെ. ഇനി എവിടേക്കാണ് സഞ്ചരിക്കുന്നത്? അവിടെ നിന്ന് രണ്ടായി പിരിയുകയാണ്. രണ്ടായി, ഒന്ന് നന്മയുടെ പാത, മറ്റൊന്ന് തിന്മയുടെ പാത. ഒന്ന് സത്യത്തിന്റെ പാത, മറ്റേത് അസത്യത്തിന്റെ പാത. ഒന്ന് ധർമ്മത്തിന്റെ പാത, മറ്റൊന്ന് അധർമ്മത്തിന്റെ പാത. ഒന്ന് വെളിച്ചത്തിന്റെ പാത, മറ്റൊന്ന് ഇരുട്ടിന്റെ പാത. ഒന്ന് ഹക്കിന്റെ പാത, മറ്റൊന്ന് ബാത്തിലിന്റെ പാത. ഒന്ന് ഈമാനിന്റെ പാത, ഒന്ന് കുഫറിന്റെ പാത. ഒന്ന് തമസിന്റെ പാത, ഒന്ന് ജ്യോതിസിന്റെ പാത. ഒന്ന് നീതിയുടെ പാത, മറ്റൊന്ന് അനീതിയുടെ പാത. ഒന്ന് സ്വർഗത്തിന്റെ, ഒന്ന് അല്ലാഹുവിന്റെ പാത, മറ്റൊന്ന് പിശാചിന്റെ പാത. ഒന്ന് സ്വർഗത്തിന്റെ പാത, മറ്റൊന്ന് നരകത്തിന്റെ പാത. എവിടേക്കാണ് സഞ്ചരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് മനുഷ്യ. അല്ലാഹു പറയുകയാണ്, വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ, ഇടത്തോട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഈ സുന്ദരമായ പാതയിലൂടെ നിയന്ത്രിക്കാൻ ആളുകളില്ല, നിരോധനങ്ങളില്ല, ഹറാമുകളില്ല. ആടുകയും പാടുകയും ചെയ്യാം പെങ്ങളെ. ഇൻസ്റ്റാഗ്രാമുകളിലെ റീലുകളിൽ തല മറക്കാതെയോ തല മറച്ചോ ആടുകയും പാടുകയും ചെയ്യാം. ഏത് കാര്യത്തിലും കൂട്ടാടാം. പക്ഷേ അവസാനം ആട്ടവും പാട്ടവും കഴിഞ്ഞ് ചെന്നെത്തുന്നത് എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ സാധിപ്പിച്ചിട്ട് ആടിപ്പാടി തുറന്നിട്ട് അവസാനം ചെന്നെത്തുന്നത് എവിടെയെന്നറിയോ? സലാസില വഗലാലം വസഈറാ. الكافرين سلاسل وغلالا وسعيرا. ഒരിക്കലും തിരിച്ചു
തിരിച്ചു വരാൻ കഴിയാത്ത വിധം വീണുപോകുന്ന കത്തിക്കാളുന്ന നരകത്തിലേക്കാ. ആ നരകമോ, നരകത്തിലുണ്ട് ആഴമേറിയ കുണ്ടുകൾ, വിഷം ചീറ്റും പാമ്പുകൾ, ഉഗ്രൻ തേളുകൾ. ആ വലിയ നരകത്തിലേക്കാണ് ചെന്ന് ചേരുക. അതല്ല വലത്തോട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിയില്ല, തലമറക്കാതെ പുറത്തിറങ്ങാൻ കഴിയില്ല, നിസ്കാരം കലാക്കാൻ കഴിയില്ല, അഹ്കാമുകളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. കർശനമായ നിയന്ത്രണത്തിലൂടെ സഞ്ചരിച്ചാലും കെട്ടപ്പെട്ടാലും അവസാനം ചെന്നെത്തുന്നത് എവിടെയെന്നറിയോ? ഇന്നല്ല يشربون من كأس كان مزاجها كفورا. ഇതൊന്നും കബീർ വാക്കവി പ്രഭാഷണത്തിന്റെ ഗരിമയ്ക്ക് വേണ്ടി പറയുന്നതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കഫൂറാ عينا يشرب بها عباد الله يفجرونها تفجيرا. കുടിക്കുന്ന ജലമിൽ ചേർത്തിടും കാഫൂറാ. കലരാത്ത തേനൊലിക്കുന്നതാണ് അൻഹാറാ. പിഴിയാടെ തന്നൊഴുകുന്നതാ പാലാറ്. പുഴ പോലെ തന്നതിലുണ്ടടോ കള്ളാറ്. കുതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട. കുന്നൊന്ന സുച്ചതിനൊക്കെയുള്ളത് കൊണ്ടാ. പച്ചപ്പരവതാന് വിരിച്ച പുൽമേടുകളുടെ താട് ഒറ്റമുത്തിനാലുള്ള മാളികക്കുള്ളിൽ കാലാകാലം നിനക്കിട്ടപ്പെട്ട പഴവർഗ്ഗങ്ങളും നിന്റെ ഭക്ഷണവുമായി കാലാകാലം സന്തോഷ സമാധാനത്തോടെ കഴിയാൻ പറ്റുന്ന സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കാണ് നിന്റെ യാത്ര പോവുക. എവിടേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. നിന്റെ മുമ്പിൽ ഞാൻ രണ്ടു വഴികളും തെളിച്ചു തന്നിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ.